വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതക്കും അതിശയൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ 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 നാളെ സീനത്തിന്റെ മോളെ നിക്കാഹാണ്. ജലിട്ടു പോവാൻ പൊന്നിന്റെ ഒരു തരിയിലൊക്കെ ഈ ചന്തേന്ന് വാങ്ങിയ 10 ഉറുപ്പ്യന്റെ വളയും മാലയാണ്. അത് ഒറ്റ നോട്ടത്ത് കണ്ട മനസ്സിലാവും. ജുമ്മങ്ങളിൽ എന്തെങ്കിലും പൊന്നിന്റെ തരി ഉണ്ടെങ്കിൽ തരൂന്നാ ചോദിച്ച്. ഇല്ലേലും മാണ്ട വൽക്കാരം മുതി ചോദിച്ചെന്നെ മണം പറയേ. മണമുള്ള മാറ തണിയാൻ മാങ്ങാ താലി മണിത്താലി മാറ തണിയാൻ മണിത്താലി വാങ്ങാത്തോലി നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? മാങ്ങാത്തൊലി അല്ല പാത്തോ, മാങ്ങാത്താലി. ഇങ്ങനൊരു ബുദ്ധൂസ്. എടി മാങ്ങാത്താലി മാങ്ങമാല എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്തെ ആഭരണങ്ങളാണ്. പാലക്കമാല, കരിമണിമാല, നാഗവടത്താലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അക്കൂട്ടത്തിൽ പെടുന്ന ആഭരണങ്ങൾ. പഠിച്ചോനെ പൊന്നെന്താ മുക്കെന്താന്ന് അറിഞ്ഞൂടാ നിങ്ങൾ എങ്ങനെ പഠിച്ച മാലേന്റെ പേരൊക്കെ? ഇനി ഞമ്മൾ അറിയാണ്ട് വല്ല പെണ്ണുങ്ങൾക്കും കരിമണിമാല മായി കൊടുക്കണ്ടോ? ഓന്റെ പാത്തോ പഴയ സിനിമ പാട്ട് കേട്ട് പാടിയതാണത്, അല്ലാണ്ട് വേറെ പിയൂട്ടിനെ തേടി നടന്നിട്ട് കിട്ടിയതല്ല. പഴയ സിനിമ പാട്ടിൽ എഴുതി വെച്ചിട്ടല്ലേ പൊന്നിന്റെ പണ്ടത്തിന്റെ ഒക്കെ പേര്. ദാ ഇത് നിങ്ങളോട് മീൻ വാങ്ങാൻ വന്ന ഏതോ പെണ്ണുങ്ങൾ പറഞ്ഞതാ. ഇക്കൊറപ്പാ. രാവിലെ തന്നെ ചീർപ്പം കൊണ്ട് കണ്ണാടിന്റെ മുന്നിൽ മൊഞ്ച് നോക്കണത് കണ്ടാൽ അറിഞ്ഞൂടെ? ഹോളെ കാണാനല്ലേ നിങ്ങൾ ഇങ്ങനെ സൈലാക്കണത്? പാത്തുവോ, ഞമ്മള് വിൽക്കാൻ പോണത് മീനാ, അല്ലാണ്ട് മോഹത്തല്ല. മീൻ വിൽക്കാൻ പോണങ്ങള് ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാ പൊരയിലെത്തണം. നിങ്ങള് നേരം വെളുക്കുമ്പോ പോയാ പിന്നെ അന്ത്യാവും പൊരയിലെത്താൻ. മീൻ വിൽക്കണ കോളനിയിൽ ഏതോ ഒരു മൊഞ്ചത്തി പെണ്ണിന്റെ പഞ്ചാര വലയത്തിൽ മീൻ കുടുക്കണ മാതിരി നിങ്ങൾ കുടുങ്ങിക്കണ്. എനിക്ക് സംശയമുണ്ട്. ഓ പണ്ടാറടങ്ങി രാവിലെ തന്നെ തുടങ്ങിയല്ലോ. തരൂ ഈ എന്തേ സൗകര്യോ? തരൂല. നിങ്ങൾ ഓക്ക് വാങ്ങിക്കൊടുത്ത പണ്ടെത്രാണെന്ന് നിക്കിപ്പറിയണം. ഓളെ മേത്ത് മുയുമ്പോ പൊന്നിട്ടിക്കണ് നിങ്ങളിപ്പോ പാടില്ലേ? ഏതോള കാര്യാണ് പാത്തോ ഈ പറയണത്? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഇല്ല. മീൻ വാങ്ങാൻ നിക്കണ ഏതോ ഒരു പെണ്ണ്. അപ്പൊ ഓളെ ഈ കണ്ടുപിടിച്ചില്ലേ? ഈ വിളവത്തിയ. അപ്പൊ അങ്ങനെ ഒരു ഓളെ കാണാനല്ലേ എന്നും ഞമ്മള് കോളനിയിലേക്ക് പോണേ. ഓളെ ഞമ്മള് പൊന്നിട്ട് മൂടും. ഓക്ക് ഞമ്മള് മുത്തും പവയും പൊന്നൊക്കെ വാരി കൊടുക്കും. എന്തേ മീൻ കൊട്ടേന്ന് മത്തിയും മാന്തയും വാരി നിങ്ങള് ഓക്ക് മുത്തും പൊന്നും വാരി കൊടുക്കില്ലേ? ആ വാരി കൊടുക്കും, വാരി വാരി കൊടുക്കും. ഏത് നേരം ചെത്തലകളിനെ പോലെ ചെലച്ചോണ്ടിരിക്കണ അനക്ക് എന്തേത്ത് തരാനാണ്? രണ്ട് കുട്ടികളെ നാളെ സീനത്തിന്റെ മോളെ നിക്കാഹാണ്. നോക്കിന്റെ കഴുത്തിലും കാൽമലും എന്തെങ്കിലും ഉണ്ടോന്നു? ഇതൊക്കെ 10 ഉറുപ്പ്യന്റെ മുക്കുപണ്ടല്ലേ? സീനത്തിന്റെ മോളെ നിക്കാഹിന് എന്തിനാ പൊന്നിടുന്നത്? സീനത്തിന്റെ മോള് ഇട്ടാ പോരെ? ഈ മനുഷ്യർ കൊണ്ട് ഞാൻ തോറ്റി.
മരിച്ച 4 ആൾക്കാരെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതാണ് എനിക്ക്. ഒരു തരി പൊന്നില്ലാണ്ട് ഞാൻ എങ്ങനെ ആൾക്കാരെ മൂത്ത് നോക്കൂ? ആളുകളുടെ മുഖത്ത് നോക്കാണ്ടക്കാൻ പറ്റായി അന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാതിലും കൗത്തിലിട്ടാ മാത്രമേ എനിക്ക് കാഴ്ച വരുള്ളൂ. കല്യാണ പരി ചെന്നാലേ ആൾക്കാരത് ഇങ്ങനെ നോക്കിയാ മതി. മാണ്ടേ മാണ്ടേ കൊറേ നേരം ഇങ്ങളുടെ മക്കളൊക്കെ നോക്കണേ. എനിക്കവിടെ തരിച്ചു വരുന്നുണ്ട്. പാപ്പോ കാക്കാസിന് ഗതിയിലാണ്ട് പോയല്ലോ. നെഞ്ച് കലക്കല്ലേ പാത്തു. നീ അന്നെ ചികിത്സിക്കാൻ ഒരുപാട് കായ് വേണ്ടി വരൂ. നീ വെക്കുന്ന കായൊന്നും മതിയാവൂല. അനക്കിപ്പോ എന്താ മാണ്ടിയേ? നാളെ സീനത്തിന്റെ മോളെ നിക്കാഹിന് പോകുമ്പോ ഇടാനിന്റെ കയ്യമ്മലും കൗത്തിലും കാതിലും പൊന്നിന്റെ എന്തെങ്കിലും ആണോ? എന്തെങ്കിലും മതിയോ? എന്തെങ്കിലും പോരാ. പൊന്നിന്റെ തരി തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. അല്ല പാത്തുവോ, ഈ പൊന്ന് തരി തരിയായിട്ടൊക്കെ കിട്ടൂ? അല്ല അങ്ങനെയാണെങ്കിൽ കുറെ ചട്ട് വാങ്ങിയേക്കാൻ വെച്ചിട്ടാണ്. ഓരോ ദിവസം മീൻ വിറ്റിടുന്ന ആയോണ്ട് ഓരോ തരി വാങ്ങിയേക്കാലോ അല്ലേ? അല്ലെങ്കിൽ അത് വേണ്ടല്ലേ? ഇക്കറിയാ നിങ്ങളിൽ ഇപ്പൊ സ്വർണം വാങ്ങാനുള്ള കായൊന്നും ഉണ്ടാവൂലാന്ന്. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ദിവസം അങ്ങനെ കുതിച്ചു കേറല്ലേ. എന്നും പത്രത്തിൽ കാണാം ഇന്നിപ്പോ സ്വർണത്തിന് എന്താ വില എന്ന് എല്ലാരും ചോദിക്കണേ. അതുകൊണ്ട് ഈ പ്രാവശ്യവും മുക്കുവണ്ട് ഇട്ടിട്ട് തന്നെ നിക്കാവിന് പോകൂലേ? നല്ല സ്വഭാവമാണ്. കെട്ടിയോന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിവുള്ള പെണ്ണാണ് ഈ. അല്ലെങ്കിലും നിന്റെ പൊന്നും കൊടുക്കുന്ന എന്തിനാ പൊന്ന്? അയ്യടാ, വയസ്സാങ്കാലത്ത് ഒരു മൂരി ശൃംഗാരം. പൊന്നില്ലെങ്കിൽ ഞാൻ പോവൂല. പാത്തോ, ഇത് മുക്കാണോ പൊന്നാണോ എന്ന് ആരെങ്കിലും ഒരിച്ചു നോക്കുവോ? അതൊക്കെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് കണ്ടാ തിരിച്ചറിയാം. വല്ലാത്തൊരു കണ്ണന്നെയാണ് നിങ്ങളെ പെണ്ണുങ്ങളെ കണ്ണ്. ഔ, നിങ്ങളാ ബാലേട്ടനോടോ ആരോടെങ്കിലും ചോദിക്കും. ഓരോളെടുത്തൊരു മാല കടന്നിരണ്ടോ, ഒരു പാവം മതി, ഒരൊറ്റ ദിവസത്തേക്ക് മതി. മൂന്നിയാകുമ്പോ കൊടുക്കാലോ. എന്റെ പാത്തോ, കായ് കടം ചോദിക്ക, പൊന്ന് കടം ചോദിക്കാന്ന് വെച്ചാ ആ ഒരു കുറച്ചിലല്ല പാത്തുവോ? നിങ്ങളെ നല്ല കൂട്ടുകാരനല്ലേ അയാള്? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി തരാണ്ട് നിക്കൂല. ഓല് നല്ലോണുള്ളോരല്ലേ, ഇല്ലാത്തോലെ സഹായിക്കാണ്ടിക്കോ? ഞാൻ ചോദിച്ചു നോക്കാം. വലിയ കമ്മ്യൂണിസ്റ്റാ. ഒരു മാലിട്ട് ഉണ്ടെങ്കിലായി. കുറച്ച് അമേരിക്കൻ രാഷ്ട്രീയമൊക്കെ കേൾക്കേണ്ടി വരും. കിട്ടിയാലായി. അടിപൊളി ചെമ്മീണ്ട്, എടുക്കട്ടെ? ആയിക്കോട്ടെ. ചെമ്മീനായാലും നീലക്കൂലായാലും സംഗതി പഴയതല്ലേ. നിങ്ങൾക്ക് നമ്മൾ ഒരു മീനിനെ കുറിച്ച് അഭിപ്രായം ഇല്ലല്ലോ. നിങ്ങളൊരു പഴയ മനുഷ്യനാണ് നിങ്ങള്. മീനും പഴയതാ മൂസ. അല്ല, 1/2 കിലോ എടുക്കാം. 1/4 കിലോ എന്താ വില? 75 റുപ്യ. ഇതെന്താ മൂസ, മീനെന്താ സ്വർണ്ണമാണോ? ദിവസം പ്രതി കൂടാനും ഏകദേശം സ്വർണ്ണം പോലെ തന്നെയാണ്. ഇടക്കിടക്ക് കൂടും, ഇടക്കിടക്ക് കുറയും. പക്ഷെ സംഭവം 916 ആട്ടോ. അത് ഞങ്ങൾ കൂട്ടിയിട്ട് പറയാം. ആ, സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. എന്തേ, പെരേല് കള്ളം കയറിയോ? ഏയ്, നമ്മളൊക്കെ സാമ്രാജ്യത്വത്തിന്റെ ഗൂഢലക്ഷ്യങ്ങളുടെ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതെങ്ങനെ ഓര് ഞമ്മളെ ചൂണ്ടേ കൊളുത്തുന്ന പാലട്ടാ? നമ്മുടെ ഇന്ത്യ 3-ാം ലോക രാജ്യമാണല്ലോ. തന്നെ? ഔ, 3-ാം സ്ഥാനത്തിൽ ഉണ്ടല്ലോ നമുക്കല്ലേ. ഈ 3-ാം ലോക രാജ്യങ്ങളിലേക്കുള്ള സ്വർണത്തിന്റെ ഇറക്കുമതി കൂട്ടാനാണ് അമേരിക്ക പോലുള്ള ശക്തികളുടെ ശ്രമം. ഈ അമേരിക്കക്കാർക്ക് ഊണോർക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഏത് നേരം ഇതന്നെ ചിന്ത. നമ്മൾ ഇന്ത്യക്കാരെങ്ങനെയും തറപറ്റിക്കാം. കേരളത്തിലെ സ്വർണ്ണ വിപണി അന്താരാഷ്ട്ര തലത്തിൽ ഒരുക്കിയ ഒരു കെണിയാണെന്ന് മൂസയ്ക്കറിയാവോ? നമ്മളെ നാട് മുയിക്കനൊരു എൽക്കണിയാണല്ലോ. അതിൻ്റെ അകത്ത് പെട്ടുകിടക്കാണല്ലോ നമ്മളെല്ലാരും. സ്വർണം മുതലാളിത്വത്തിന്റെ ആയുധമാണ്. ജനങ്ങളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന മഞ്ഞച്ചെകുത്താനാണ് ഈ മഞ്ഞലോഹം. ഒരു സഹായം ചെയ്യണം ബാലട്ടാ. ഒരു സ്വർണ്ണമാല കടന്നു തരണം. ഒറ്റ സ്റ്റേക്കാ. എന്റെ പാത്തൂന ഓക്ക് നിക്കാഹിന് പോവാനാ. ഞങ്ങൾ സ്വർണ്ണം അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഒരു പേരിന് മാത്രമേ ഉള്ളൂ. അല്ല, അത് ബാലേട്ടൻ പറഞ്ഞല്ലോ. മഞ്ഞ ചെകുത്താനാണ്, മുതലാളിത്തത്തിന്റെ കൊടുവാളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാലും ഒന്നറ്റ ഉണ്ടാവില്ലേ ഒരു പേരിന്? ഒറ്റ സ്റ്റേക്ക്. സ്വർണ്ണലതേ, സ്വർണ്ണലതേ, സ്വർണം. അല്ല, ഇവിടെ വന്നിട്ട് ചോദിച്ചാ പോരെ? എന്ത് സ്വർണ്ണോ? സ്വർണ്ണലത എന്നാ അവളുടെ പേര്. സ്വർണ്ണം എന്നാ ഞാൻ വിളിക്കും. ശരി. ബാലേട്ടൻ എന്നെ വിളിച്ചോ? പടച്ച റബ്ബേ, ഇതിന്റെ ജ്വല്ലറി നടന്നു വരിക.
ബാലേട്ടാ നിങ്ങൾ ചെലവ് ചെയ്യണേ. ആ, നിങ്ങളെ ഭാര്യയുടെ കല്യാണം അല്ലേന്ന്? മൂസയുടെ ഒരു കാര്യം. അല്ല നിങ്ങൾക്കാരോ സ്വർണ്ണല്ലാന്ന് പേരിട്ട്? എന്റെ കുഞ്ഞമ്മാവൻ. ആണോ? ശരിക്കും നിങ്ങൾക്ക് മാണ്ടി വരും സ്വർണ്ണം മരുന്നേ. ആ മൂസാക്ക, ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോവുക. എന്റെ വീടിന്റെ അയൽപക്കത്താ കല്യാണം. അതുകൊണ്ട് നാളെ വരും. അതുകൊണ്ട് ഇന്ന് മീൻ വെപ്പൊക്കെ ബാലേട്ടൻ തന്നെ ചെയ്തോളും. അല്ലേ ബാലേട്ടാ? അലമാരയിൽ നീ ഇടാതെ വെച്ചിരിക്കുന്ന വല്ല മാലയോ കമ്മലോ ഇരിപ്പുണ്ടോ? അയ്യോ ഇല്ല ബാലേട്ടാ, എല്ലാം ഞാൻ എടുത്തിട്ടു. ബാക്കിയൊക്കെ ലോക്കറിലല്ലേ. മേലിട്ട് നടന്നില്ലെങ്കിലേ കള്ളന്മാര് വന്ന് രാത്രിയിൽ ഇരുമ്പ് വടി കൊണ്ട് ബാലേട്ടന്റെ തലക്കടിച്ച് എല്ലാം കട്ടുണ്ടു പോയാലോ. അതുകൊണ്ടാ മുഴുവൻ ഞാൻ എടുത്തിട്ടത്. അതിപ്പോ അലമാരയിൽ സ്വർണ്ണമുണ്ടെന്ന് കരുതിയിട്ടും കള്ളന്മാർക്ക് വന്ന് എന്റെ തലക്കിട്ടടിച്ചിട്ട് പോകാമല്ലോ. എന്നാലും സ്വർണം പോവില്ലല്ലോ. പോവില്ല. എങ്ങനെയുണ്ട് മൂസാക്ക? നന്നായിട്ടില്ലേ? ഒരു കരിമണിമാലന്റെ കുറവുണ്ടോന്നൊരു തോന്നല്. അത് ലോക്കറില. ആ ലോക്കറിലുണ്ട് അല്ലേ? എന്നാ പിന്നെ നിങ്ങൾ നിൽക്കണ്ട, പോയിക്കോളി, കല്യാണം നടക്കട്ടെ. അല്ല മൂസ, ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒരു ആ മാണ്ട ബാലേട്ടാ, ഓല് പോകുന്നതും കല്യാണത്തിനല്ലേ. ഈ കൗത്തിലും കാതുമ്പിലുള്ള എണ്ണയൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ ആടെ ഉണ്ടാവും. പിന്നെ നമ്മളായിട്ട് എണ്ണം കുറയ്ക്കണ്ടല്ലോ. പാത്തുമ്പോ അതൊക്കെ ഒരു സീലായിന്ന്. ഞാൻ പോട്ടെന്നാല് ചെമ്മീന്റെ പൈസ ഉണ്ടേ നാളെ. ആ ഓ അയില മത്തി ചെമ്മീൻ മാന്ത എടുത്തിയായി. ഞമ്മള് മീൻകാരൻ മൂസിയാന്ന്. നിങ്ങൾക്ക് മീൻ ആണെങ്കിൽ പെരയിലേക്ക് വരാണ്ട് ഇവിടുന്ന് തരാലോ വെച്ചിട്ടാ. ഓ മൂസക്കായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല പിടിച്ചുപറിക്കാരെയായിരിക്കും. എന്തേ അങ്ങനെ തോന്നായി? എന്റെ 5 പവന്റെ മാല കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പിടിച്ചു പറിച്ചു. ഇതുപോലെ ബൈക്കിൽ വന്ന് തൊട്ടടുത്ത് ബ്രേക്ക് ഇട്ട് നിർത്തി ഒറ്റ പറക്കല്. ഓ, ഇങ്ങോട്ട് ബൈക്ക് അടുത്ത് വന്ന് നിർത്തിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ബൈക്കോ? ഈ M8 ഉണ്ടെങ്കിൽ ബൈക്കാടാ തോന്നി? ബൈക്കിന്റെ പേരൊക്കെ ആര് നോക്കുന്നു? എന്തായാലും ഞാൻ പേടിച്ചു പോയി. 3-3.5 പവന്റെ മാല എപ്പോഴും കഴുത്തിലുണ്ടായി. അതിന് പവനും തൂക്കൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കണ്ട, ചുറ്റും കള്ളന്മാരാ. ഒരു പുതിയ കച്ചവടം. അതിന് മൂസാക്ക കള്ളനല്ല. ഞമ്മള് കള്ളനല്ല, കക്കാള്ള സൂത്രണ്ട് നമ്മൾ എന്ന് കഴിച്ചില്ല. ഇനി മൂസാക്കന്റെ ഒരു തമാശ. മീൻ കച്ചവടത്തല്ലേ? ശരിയാക്കി തരൂ. അപ്പഴേ ബാക്കി കഥയ്ക്ക് പിന്നെ പറയാം. മീനില്ലേ? മീനൊന്നുമില്ല. 2 അയില തന്നിട്ട് പോ മൂസാക്ക. വിട്ടോളഞ്ഞ കണ്ടില്ലേ? കാണാൻ ചന്തമുള്ള എത്ര ആണുങ്ങളുണ്ട് നാട്ടില്. ടൂക്ക് വലയിലക്കാൻ കട്ടി എന്റെ കെട്ടിയോനാ. പുതുക്കത്തെ ന്യൂ ജനറേഷൻ കാലല്ലേ. ഒരു പവറും ഇല്ലാത്തല്ലോ എപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മാണ്ടിയ. നിങ്ങളെ ഞാൻ ശരിയായി തരാ. നിങ്ങൾ ബരി. പാത്തുവിനെ പഠിക്കലൊന്നും കാണുന്നില്ലല്ലോ. എന്തിനാപ്പങ്ങൾ ഇങ്ങോട്ട് കേറി വന്ന്? ഓളെ കൂടെ അങ്ങോട്ട് പൊറക്കായിരുന്നില്ലേ? നോട്ട് റോട്ടിലുള്ള കൊഞ്ചലും കൊയ്യലും ഞാൻ കണ്ണോട് കണ്ട്. എന്നിട്ടിപ്പൊ കേറി വന്നിക്കണ് ഒരു ഉളുപ്പില്ലാണ്ട്. അല്ല, ഞാൻ എനിക്ക് പൊന്നിന്റെ മാല എന്തെങ്കിലും കിട്ടുക നോക്കാൻ. പിന്നെ നാട് മുഴുവൻ പൊന്നരുന്ന് നടക്കായിരുന്നില്ല നിങ്ങള്. വെറുതെ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട നിങ്ങള്. അല്ല, ഞമ്മള് ബാലേട്ടന്റെ പേരെ പോയപ്പോ ബാലേട്ടന്റെ പെണ്ണുങ്ങള് അടുത്ത പേരിൽ ഒരു കല്യാണത്തിന് പോയതാണ്. കുരുത്തോല തൂക്കിയ മാറി ഓരോ മേലെ നിറയെ സ്വർണ്ണ. അതുകൊണ്ട് ഞമ്മക്കെന്നെ തോന്നിയതുമില്ല. തോന്നൂല, നിങ്ങക്ക് തോന്നൂല. ആ കോണിപ്പെണ്ണിന് മാങ്ങാത്തോലി അല്ല മാങ്ങാത്താലി വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ഞാൻ കണ്ട് നിങ്ങള് വാങ്ങിക്കൊടുത്ത മാലയെ പിടിച്ചോളൂ കൊഞ്ചി കൊയ്യുന്ന്. അന്നപ്പന്റെ കാന്റെ പെരുവരൽ ഇങ്ങനെ തരിച്ചു കയറിയതാ. വെറുതെ കൊണ്ട് പറയിപ്പിക്കണ്ടോ? ഒരു മോള് ഇവിടെ ബലത്തായി വരുന്നില്ലേ? അതിന്റെ ഒരു ബോധം ഉണ്ടോ നിങ്ങക്ക്? 10 വയസ്സായില്ലേ? 50 വയസ്സാണ് ഉമ്മ പറഞ്ഞത്. മോളെ, നമ്മളെ സീരത്തിന്റെ മോളെ നിക്കാഹല്ലേ നാളെ. അതിന് പോവാൻ എന്റെ ഉമ്മാക്ക് ഒരു സ്വർണത്തിന്റെ മാല വേണമെന്ന് പറഞ്ഞു. അതിന് പിന്നെ പൊന്ന് കടം വാങ്ങാൻ വേണ്ടിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ ബായി നോക്കിട്ടല്ലേ നടക്കണേ. അങ്ങോട്ട് നോക്കി മച്ചാ. അടുപ്പുള്ള ആണുങ്ങളോട് ചോദിച്ചാ ഓല് നയത്തിലും തഞ്ചത്തിലും ഒക്കെ ഓളുമാരോട് മാല വാങ്ങി തരൂലേ? ഉമ്മ ന്യൂ ജനറേഷൻ നായകന്മാരെ കണ്ട് പഠിക്കാത്തതിന്റെ പ്രശ്നം. ഉദാഹരണത്തിന് റീമ കല്ലിങ്കലായാലും മാണ്ടിയില്ല, കല്ലുമക്കായ്മലായാലും മാണ്ടിയില്ല. എനിക്ക് പാരെ കണ്ട് പഠിക്കണ്ട. അതല്ലുമ്മ,
റീമാക്കല്ലെങ്കിലും ഉമ്മയെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഒരു മാതൃകയാ. ആ. ഒരു തരി പൊന്ന് ധരിക്കാതല്ലേ ഓള് സ്വന്തം കല്യാണത്തിന് പോയേ. എന്റെ കല്യാണത്തിന് ഞാൻ പൊന്നിട്ട് എന്നെയാ പോയത്. ഇനിയിപ്പോ മാറ്റാൻ പറ്റില്ലല്ലോ. പറ്റൂലല്ലോ. അല്ല മോനെ, ഓളിപ്പോ പൊന്നൊന്നുമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിലെ കുട്ടിയൊക്കെ കല്ലിക്കൽ പെണ്ണേ. ഉപ്പ ഓളൊരു ന്യൂ ജനറേഷൻ നായികയാ. മക്കളുടെ കല്യാണത്തിന് വേണ്ടി ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും വേണ്ടിയാ ഓള് സ്വന്തം കല്യാണം സമർപ്പിച്ച്. ഇത്താത്തയ്ക്കും റീമയെ മാതൃയാക്കാൻ പറ്റുന്നതാണ്. എന്നെ കൊണ്ട് പറ്റൂല. ഓളെ പോലെ ബ്ലാക്ക് മെറ്റലിന്റെ മാലയും വളയൊന്നും ഇടാൻ. എന്റെ കല്യാണത്തിന് സ്വർണം തന്നെ വേണം. അതിനിപ്പോ എന്റെ കല്യാണം ആരും ഉറപ്പിച്ചേ? ദേ പിന്നെ ഞാൻ റീമയെ മാതൃയാക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിവാഹത്തിന് മുമ്പ് ചെക്കന്റെ കൂടെ പോയി താമസിക്കാൻ നിൽക്കണ്ട കേട്ടിക്കോ. നിങ്ങളൊന്നും മിണ്ടാടത്തേക്ക് റീമേക്ക് കീമയൊന്നല്ല പെടുത്ത ബിസയോ. നിങ്ങൾ ബിസയത്തിലേക്ക് വരെ. നാലാൾക്കാരെ മുന്നിൽ മൂസാന്റെ കെട്ടിയോളാണെന്ന് പറഞ്ഞു എളിഞ്ഞു നിൽക്കാൻ ഒരു മാല ഞമ്മള് ചോദിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ഉപ്പാന്റെ തനി നിറം നമ്മൾ അറിഞ്ഞ്. ഏതോ ഉമ്മ നിറം? ബ്ലാക്ക് ഓർ വൈറ്റ്? മോണ്ടെ മോണ്ടെ എന്ത് താണ്ടാ അനക്ക് നേരം തിരിച്ചറിയാണ്ടായോ? 10-15 കൊല്ലായില്ലേ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പോനിന്റെ നിറം അറിയാണ്ട് അയക്കുന്നു. കെട്ടിയോളെ കൈത്ത് പൊന്നില്ലെങ്കിലും അന്റെ ഉപ്പാക്കെ ആ കോളിലെ പെണ്ണിന് മായി കൊടുക്കാൻ പൊന്നുണ്ട്. എന്റെ ഒരു വിധി ആർക്കും വരണ്ടേ പഠിച്ചോനാ. ഉമ്മ ഡയമണ്ട് നെക്ലേസ് കാണാത്തതിന്റെ പ്രശ്നം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ന്യൂ ജനറേഷൻ സിനിമയിലുണ്ട്. എന്താടാ സിനിമയിൽ ഉമ്മാക്കുള്ള മെസ്സേജ്? സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരു യുവാവിന്റെ കഥയാണ് ആ സിനിമയിൽ പറയുന്നത്. നെക്ലേസിനേക്കാൾ വലുതാണ് സ്നേഹം എന്നതാണ് ആ സിനിമയിലെ മെസ്സേജ്. എന്നുവെച്ചാല് കടം വാങ്ങിയ പൊണ്ണിനെക്കാട്ടും വലുതാണ് ഉപ്പാനോടുള്ള സ്നേഹം. അത് തന്നെ. ഉപ്പാക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഉമ്മ ഉപ്പാനെ അധികം ഇടങ്ങാറാക്കാൻ നിൽക്കണ്ട. എന്റെ സുഗുണ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. എന്തേനി? നമുക്ക് അകത്തായിരിക്കാം. അല്ല, പ്രധാനപ്പെട്ട കാര്യം പറയാൻ അകത്ത് സൗകര്യം ഉണ്ടാവോ? ഓ, ആ എന്നാ അങ്ങനെയാക്കാം. MIT മൂസ, MIT മൂസ, MIT മൂസ, MIT മൂസ. ബാ കുത്തിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ സുഗുണ ഓക്കേ. വിശേഷിച്ച് നിങ്ങക്ക് പാസ്പോർട്ട് ഉണ്ടോ? എന്ത് ചോദ്യ സുഗുണ അത്? ഞാൻ 23-ാം വയസ്സിൽ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. 10 കൊല്ലം കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല, പുതുക്കി. പിന്നെയും പോകാൻ പറ്റില്ല, പിന്നെ പുതുക്കി. പഠിച്ചോൻ വിചാരിച്ചിണ്ടാവേ ആടെ മരുഭൂമി കൊണ്ടിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തണ്ടാന്ന്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ദുബായ് ഉണ്ട്. മൂസക്കാക്ക് ഗൾഫ് മുഴുവൻ ചുറ്റി നടന്ന് കാണാനുള്ള ഒരു അവസരം കൊണ്ടാ ഞാൻ വന്ന്. ദുബായ് ഉണ്ടല്ലോ, സ്വർഗ മൂസക്ക. അല്ലടോ, അതിന് ഇജ്ജ് എപ്പോഴേ അവിടെ പോയിന്? അത് ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ടതാ. പിന്നെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് കുറെ ഇന്റർനെറ്റില്. അതിൽ തപ്പിയപ്പോ എല്ലാം കിട്ടും. എന്തും വിരൽ തുമ്പിലാന്നല്ലേ. ഗൾഫ് സ്വർഗം എന്നറിയാൻ നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ മൂസക്ക. അല്ല, അപ്പൊ നമ്മൾ ഇതിനെ അവിടെ പോണേ? ഒന്ന് വിരൽത്തുമ്പോട്ട് നെറ്റിയിൽ തൊട്ട് വെക്കാ പോരെ? നെറ്റിയിലല്ല, നെറ്റിൽ തൊട്ട് നോക്കിയാലേ നമുക്ക് ദുബായ് കാണാനേ പറ്റൂ. പക്ഷെ മൂസക്കാനെ പോലെ കഷ്ടപ്പെടുന്ന ഒരാളെ ഇവിടെ ഇരുന്ന് സ്വർഗം കാണരുത്. ദുബായ് പോയിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ സ്വർഗത്ത് കഴിയും പോലെ കഴിയണം. അതാണ് എന്റെ ആഗ്രഹം. അതല്ല, എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ എന്താ കാരണം? അതെ, മൂസക്ക കുറെ കഷ്ടപ്പെടുന്നതല്ലേ, അതൊക്കെ പമ്പ കടക്കും. മൂസക്കൊന്ന് മനസ്സ് വെച്ചാ മതി. ഞാൻ മനസ്സ് വെച്ച് മാസം ഈ വാടക വീട് ഇങ്ങനെ മാറി മാറി നമുക്ക് മടുത്തിക്കണ സുഗുണ. ഒരു പുര വെക്കണം. അതിനിപ്പോ ഇപ്രായത്തില് ദുബായിലേക്ക് ഒരു പണി കിട്ടിയാ ഞമ്മള് പോവും. ഓളെയും കുട്ടികളെയും കാണാണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ ഒരു ഇടങ്ങാറാണ്. എന്നാലും ഓൾക്ക് വേണ്ടിട്ടല്ലേ ഞമ്മള് സഹിക്കും. എന്റെ മൂസക്ക വീട് വിട്ടുക്കണമെന്ന് ആര് പറഞ്ഞു? അപ്പൊ ഞമ്മള് ദുബായിലേക്കല്ലേ പോണത്? ഒരു 10 ദിവസം നമ്മൾ ദുബായിലോ ഷാർജയിലോ ഒക്കെ പോയി ചുറ്റിക്കറങ്ങി വരുന്നു. പിന്നെ നമ്മൾ ആരാ? ലക്ഷപ്രഭുക്കളല്ലേ. അല്ല സുഗുണ, ഈ 10 ദിവസം കൊണ്ട് ഇപ്പൊ ഞമ്മളവിടെ എന്ത് പണിയെടുക്കാനാ പോണത്? മൂസാക്ക ഷൂസ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഇവിടെ റിസ്വാൻ ഉണ്ട് 2 മണക്കണേ. മുറ്റത്ത് കയറി വരുമ്പോ തന്നെ അതിന്റെ മണം കിട്ടൂ. ഓനാണെങ്കിലേ തലക്കുമ്പുറത്ത് വെച്ചിട്ട് തന്നെ കിടക്കുള്ളൂ. മൂസാക്കുന്ന ഷൂസ് ഇടണം. അല്ല, കോട്ടും ഷൂസും ഒക്കെ ഇട്ടിട്ട് ആടെ ദുബായില് സേക്രട്ട് ഓഫീസിലെ ഞമ്മക്ക് പണിയാക്കി തരാൻ പോണേ. നോക്ക്, മലയാളം അല്ലാണ്ട് ഒരു ഭാഷയും ഞമ്മക്ക് അറിയില്ലേ. അറബി പറയും, ഞമ്മള് നട്ടം തിരിയൂ. മൂസാക്ക ഒന്നും മിണ്ടണ്ട. ഗഫൂർക്ക് പറഞ്ഞത് ഓർമ്മണ്ടോ? എന്ത്? അസ്സലാം അലൈക്കും വലൈക്കും അസ്സലാം. ആയി ഞമ്മക്കറിയാലോ. മതി, അത് മതി. മൂസാക്ക, നിങ്ങൾ വിമാനത്തിൽ കയറുന്നതിന് തൊട്ടു മുമ്പേ ഷൂസ് ഇടാൻ പാടുള്ളൂ. പിന്നെ അത് ഊരരുത്. അത് പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം അത് ഊരാൻ പാടുള്ളൂ. അല്ല സോണ, ഈ ഷൂസ് വാങ്ങണം ഞമ്മക്കറിയില്ലേ. അതൊക്കെ അവിടുന്ന് ഒരാൾ വാങ്ങിയിട്ട് തരും. ഓ, അത് ഭദ്രമാക്കി ഇവിടെ എത്തിക്കാന്നുള്ള ആ മൂസക്കന്റെ പണി. അത് ശരി. പിന്നെ വിമാനത്താളത്തിൽ പോലീസുകാരും മറ്റൊക്കെ ഉണ്ടാവും. അവരോട് പോയി കിന്നരിച്ച് നിൽക്കരുത്. അവര് നിങ്ങളെ ഷൂസ് പിടിച്ച് ഊരും. ചിലപ്പോ കൾസർ വരെ പിടിച്ച് ഊരും.
ഒക്കെ അസൂയാലുക്കളാ. മറ്റുള്ളവർ നന്നാവുന്ന കണ്ണെടുത്താ കണ്ടുകൂടാത്ത ടീമാ. അപ്പൊ ഞമ്മളിവിടുത്തെ പോലീസുകാരെ പോലെയല്ല അവിടുത്തെ പോലീസുകാർ, അസൂയുള്ളവരല്ലേ? ഇതിപ്പോ മൂസക്ക റെഡിയാണെങ്കിൽ ഞാൻ ഇപ്പം ഗൾഫിലേക്ക് വിളിക്കാം. അതായത് സൂസിട്ടിട്ട് ദുബായിന്ന് ഇങ്ങോട്ട് വരിക, അതപ്പൊ ഞമ്മള് പണി. ശ്ശോ, ഈ ഷൂസിനുള്ളിൽ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സ്വർണ്ണങ്ങൾ ഉണ്ടാവും. അത് മൂസക്ക ആരോട് പറയരുത്. പഠിച്ചോനെ, ലക്ഷക്കണക്കിന് വിലയുള്ള സ്വർണത്തിന് വില ചവിട്ടിയിട്ടാ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതൊരു ബാഗിൽ കൊണ്ടുവന്നാ പോരെ? എന്നാ പിന്നെ പെട്ടെന്ന് അകത്താവും. ഇത് ലക്ഷക്കണക്കിന് രൂപ നീതി അടയ്ക്കണം. ഇത് അറിയാതെ കൊണ്ടുവരികയാണ്, കടത്തി കൊണ്ടുവരിക. അപ്പൊ അതാണ് എന്റെ പണി, സ്വർണം കടത്തല്. അല്ല, അങ്ങനെയും പറയാ. അങ്ങനെ പറയല്ല, അതന്നെയാണ്. ഇത് ആർക്കും ഒരു ചേതല്ലാത്ത പണിയല്ലേ. കിട്ടുന്നത് 50-50 ആക്കിക്കൂടെ? അപ്പൊ നമ്മളെ പോലീസ് പിടിച്ചാലോ? 10 ആള് കൊണ്ടുവരുമ്പോ ഒരാളെ പിടിക്കുന്നത് എത്ര കാര്യാക്കാണ്ടോ? അത് ഞമ്മളാണെങ്കിൽ ആ ഒരാള്. നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന വർത്താനം പറയില്ലേ? കുറച്ച് റിസ്ക് എടുക്കാതെ കാര്യങ്ങളൊന്നും നടക്കൂല. റിസ്ക് എടുത്തോലെ എവിടേക്ക് ജയിച്ചിട്ടുള്ളൂ, അല്ലാത്തോലൊക്കെ തോറ്റതാ. നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കി. എന്നാ പിന്നെ റസ്കു റൊട്ടിയൊക്കെ നമ്മൾ എടുത്തോളാം. മൂസക്ക റെഡിയാ? ഞമ്മൾ റെഡിയാ. ആണോ? ആ, യാത്രയില്ല, ഞാൻ രാത്രി വരാം. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയാക്കാം. അതൊക്കെ അങ്ങനെ. അല്ല മനുഷ്യ, നിങ്ങൾ എന്തിനാ സമ്മതിച്ചേ? അപ്പൊ ഒളിഞ്ഞിന്ന് കേക്കേനിരിക്കൊക്കെ. പിന്നല്ലാണ്ട് സ്വർണം കടത്തുമ്പോ നിങ്ങളെങ്ങാ പോലീസ് പിടിച്ച എന്താ ചെയ്യാ? കലാപമണിനെ വരെ കസ്റ്റംസുകാർ വെറുതെ വിട്ടിട്ടില്ല. ന്യൂ ജനറേഷൻ നായിക മൈഥിലിനെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ? ആണോ? ഉപ്പ വേണ്ടാത്ത പണിക്ക് കണ്ടോ. നിക്കണ്ടോ. പിന്നെ ഞാൻ കള്ളപ്പണം കൊണ്ട് സിനിമ ചെയ്തതാവും നാട്ടുകാരും അറിയാം. തോന്നല് ഇന്നിപ്പോ പോലീസ് പിടിച്ചാൽ അനക്കെന്താ? അനക്കെങ്ങനെങ്കിലും സ്വർണം കിട്ടല്ലോ മാണ്ടിയെ. അതിപ്പോ ആരാന്റെ പുറയെന്ന് കൊണ്ടു തന്നാണെങ്കിൽ അത് പോരെ? അതിനിപ്പോ മൂസക്ക സ്വർണ്ണ കള്ളക്കടത്തിനൊന്നും പോണ്ട. അങ്ങനെ വളഞ്ഞ ബൈക്ക് കിട്ടുന്ന സ്വർണ്ണൊന്നും ഞമ്മക്ക് മാണ്ട. ഞങ്ങൾ നോക്കി, ഞമ്മക്ക് മുക്കാണെങ്കിൽ ഇച്ചിരി ചൊറിയുന്നേ ഉള്ളൂ. ഉള്ളതുകൊണ്ടൊക്കെ ഞമ്മക്ക് പെരുന്നാൾ പോലെ അങ്ങോട്ട് കയ്യാ. അപ്പോ നാളെ സീനത്തിന്റെ മോളെ കല്യാണത്തിന് പോകുമ്പോഴോ? അതിനിത് പോരെ, ഇടയ്ക്കുള്ള ചൊറിച്ചിൽ അങ്ങ് നിർത്തിക്കാളാ. എന്റെ പാത്തോ, ഇത് കണ്ട ഈ എന്താണത്? ഇത് പൊന്നും വെള്ളിയൊന്നല്ല, മുത്താണ്. പൊന്നില്ലെങ്കിലും ഇതിനകത്ത് ഞമ്മളെ മോഹബത്തിന്. നിങ്ങളൊന്ന് പോയി. അല്ലെങ്കിലും ഞമ്മളെ പൊന്നും കൊടുത്തിന് എന്തിനാ പൊന്ന്? അന്നൊന്ന് എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കറക്കണം എന്നൊക്കെ ഉണ്ടേനി. പക്ഷെ ഞമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂലേ? കൂടിയടുത്ത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റിയ എന്നെ പോലെ 1-2 ആളെ എണ്ണി പെറുക്കിയ നാട്ടിൽ കിട്ടുള്ളൂ, അല്ലേ ഫാത്തിമ? അവസരപ്പെട്ട ഒരു ഓംലെറ്റ് അടിക്കി. ഓംലെറ്റ് ഇല്ല. അതിന്റെ തമിഴ്നാട്ടിലെ കോഴി മുട്ടയിട്ടിട്ടില്ല, അതുകൊണ്ട് ഓംലെറ്റ് ഇല്ല. എന്താണ് ഈ പെണ്ണിന് പ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. ആ സുഗുണം വെച്ച് പിടിപ്പിച്ച സാധനങ്ങളൊക്കെ ഇളക്കി കൊണ്ടുവന്നിക്കണേ. വലിയേട്ടൻ നമ്മളെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്, മമ്മൂട്ടിയോ? അല്ല, മമ്മൂട്ടിയുടെ അനിയൻ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം, ഇടിവെട്ടി തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ. അയ്യോ വെറും പാവം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം. മുടഞ്ഞതുപോൽ നടുവൊടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി, പാവം കൂനിന്മേൽ കുരുപോലായി. കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി, ചെന്നിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി. പാപി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ, അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴനാവും ചുഴ
പറ്റി ഈ പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടി തപ്പും അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ